ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിലും ടേസ്റ്റിലും ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മസാല കപ്പലണ്ടി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് പച്ച കപ്പലണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊരു 500 ഗ്രാം കപ്പലണ്ടിയുണ്ട്. അത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതേപോലെയുള്ളൊരു ബൗളിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഒന്ന് ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യമേ തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂണോളമുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളമുള്ള കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളമുള്ള കടലപ്പൊടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പോളമുള്ള അരിപ്പൊടി ഇതിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു 5-8 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം, അതായത് ഞാനിപ്പോൾ ഇതിലേക്ക് സ്പൂണിലാണ് വെള്ളം ഒഴിക്കുന്നത്. ആദ്യമേ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഞാനിതിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കുറേശ്ശെ 1-2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി അടിയിലെല്ലാം കൂട്ടി ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പം വീണ്ടും ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വീണ്ടും ഞാനിതിലേക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പം പൊടിയെല്ലാം ഇവിടെ നല്ല രീതിയിലൊന്ന് നനഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതിൽ കപ്പലണ്ടിയിൽ ഒട്ടിയിരിക്കുന്ന മസാലയൊക്കെ അങ്ങ് ഇളകിപ്പോകും. അപ്പോൾ ഈ ഒരു പരുവം നല്ല രീതിയിൽ കയ്യിലൊക്കെ കണ്ടോ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം കറക്റ്റാണ്. കൈ ഉപയോഗിച്ച് ഇനി നമുക്ക് അടിയൊക്കെ കൂട്ടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പലണ്ടി മസാലയിലേക്കുള്ള കപ്പലണ്ടി നമ്മൾ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പിലൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇതേപോലെ കുറേശ്ശെ ഒന്നിട്ട് കൊടുക്കാമേ. കുറേശ്ശെ ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇത് ഇളക്കുന്നത് തവിയോ ഒന്നും വെച്ച് ഇളക്കരുത്. ഞാനിപ്പോൾ ഇതേപോലെയുള്ള ഒരു പപ്പടക്കുത്തി വെച്ചാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. തവി വെച്ച് ഇളക്കി കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഈ കോട്ട് ചെയ്തിരിക്കുന്ന മസാല വേഗം തന്നെ ഇളകിപ്പോവും. അപ്പോൾ ഇതേപോലെ ഒരു ടൂത്ത് പിക്കോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പപ്പടക്കുത്തി എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതും എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഒന്ന് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ വേഗം തന്നെ മസാല കരിഞ്ഞു പോവും, കപ്പലണ്ടി മൂത്ത് വരത്തുമില്ല. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ആ കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നല്ല രീതിയിൽ നമ്മളുടെ ഈ ഒരു മസാല കപ്പലണ്ടി ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മളുടെ ആ ഒരു കപ്പലണ്ടി നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയെന്ന് പറഞ്ഞാൽ ഈ എണ്ണ ആ ബബിൾസൊക്കെ മാറി നല്ല രീതിയിലൊന്ന് തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങ് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമേ. അതിനുശേഷം ഞാനിതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ച് അത് ഒന്ന് കോരിയെടുക്കാം. കണ്ടോ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി കടകളിൽ നിന്നൊന്നും നമുക്ക് ഇതേപോലെ മസാല കപ്പലണ്ടി മേടിക്കേണ്ട. വീട്ടിൽ തന്നെ നമുക്ക് ചായ ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.